As per the upcoming reports, retired IPS officer Sri Lekha has been proposed as the new mayor of the Trivandrum Corporation, with Simi Jyotish set to take charge as the deputy mayor. നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അത്യാവശ്യം അത് വൈറലായി റീച്ചായി. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ ആധികാരികമായിട്ടുള്ള ചില സ്രോതസ്സുകളിൽ നിന്ന്, അത് ഞങ്ങളുടെ ഡൽഹി റിപ്പോർട്ടർമാർ, ഞങ്ങൾ ഈ സുഭാഷിതം ചാനലിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിന്റെ ഗണനയിൽ വരുന്നവരാണ്, ഡിജിറ്റൽ ചാനലിന്റെ ഗണനയിൽ തന്നെ വരുന്നവരാണ്. അങ്ങനെ ഞങ്ങൾക്ക് മോഡ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനെ കഴിയുള്ളൂ. കാരണം മറ്റ് സാറ്റലൈറ്റ് ചാനൽ നടത്താൻ ഞങ്ങളുടെ അതിനുള്ള സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലാണെങ്കിലും ഞങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്പോർട്ടർമാര്, ഫോട്ടോഗ്രാഫർമാര്, എഡിറ്റർമാര് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽഡ് തലത്തിലും ഒക്കെ പലതരത്തിലുള്ള ബന്ധങ്ങളുമുണ്ട്, പല റിപ്പോർട്ടർമാരുമുണ്ട്. അങ്ങനെ ഡൽഹിയിൽ നിന്നുള്ള ചില സോഴ്സുകൾ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഇത് അവസാന വാക്കെന്ന് പറയാൻ കഴിയില്ല, കാരണം ഒരു കമ്മിറ്റി തീരുമാനമെടുക്കുമ്പോൾ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അവസാന വാക്കെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ നിലയിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഡൽഹിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വോയിസ് ഇതിനകത്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരം മേയറെ ഞെട്ടിക്കും ഈ രാജ്യത്ത് എന്നുള്ളതാണ്. രാജ്യത്ത് ആദ്യമായി ഒരു ഞെട്ടൽ വരുന്ന രീതിയിലാണ് തിരുവനന്തപുരം മേയറെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഞെട്ടൽ എന്ന് പറഞ്ഞാൽ മേയറുടെ കാര്യം മാത്രമല്ല, ഞാൻ മൊത്തം കേൾക്കണം നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഞെട്ടലിന്റെ കഥ മനസ്സിലാവും. അതായത് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും അവരുടെ പുതിയ പ്രസിഡന്റും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നാഷണൽ ചാനലുകളും ഒരു പരിധിവരെ ഇന്റർനാഷണൽ ചാനലുകളും ഒക്കെ നോക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു പ്രദേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ അവിടെ അഴിമതി മാറ്റിന് ഒരു ലാഞ്ചന പോലും പറ്റില്ല. അങ്ങനെ ഒരു കാര്യവും പറ്റാത്ത വല്ലാത്തൊരു ഒരു പ്രതിസന്ധിയിലും കൂടെയാണ് BJP നിൽക്കുന്ന ഒരു പ്രശ്നം കൂടെയാണ്. ഇപ്പൊ അവാർഡ് കിട്ടിയവന് പിന്നെ നാട്ടിലിറങ്ങാൻ വയ്യാന്ന് പറഞ്ഞതുപോലത്തെ ഒരു കഥയാണ് ഇപ്പൊ. എന്തായാലും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് BJP കാര്യങ്ങൾ നീങ്ങുന്നത്. 50 പേരുടെയും ജയിച്ചിട്ടുള്ള 50 പേരുടെയും ബയോഡേറ്റ മൂന്നാമതൊരു കക്ഷിയിൽ നിന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം BJP ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി വളരെ കൃത്യമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, മേയർ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ IPS തന്നെയാണ്. 99.999% ശ്രീലേഖ IPS തന്നെയാണ് വരാൻ സാധ്യത. ഇനി അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, കിരൺ ബേദി അതിന് ഞങ്ങൾ പറയുന്നതിന് കുറെ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ഡൽഹിയുടെ BJP പ്രസിഡന്റ് വരും എന്ന് പറഞ്ഞിട്ട് അവസാനം വന്നത് രേഖ ഗുപ്ത എന്ന് പറയുന്ന മറ്റൊരു വനിതയാണ്. ആര് പറഞ്ഞില്ലായിരുന്നു? 45 വയസ്സുള്ള ബീഹാറിലുള്ള യുവമോർച്ചയുടെ എന്നോ സെക്രട്ടറി ആയിരുന്ന ഒരാളിനെ, ഒരു മന്ത്രിയായി നിന്ന ആളിനെയാണ്, 45 വയസ്സുകാരനെയാണ്, ഒരു ചാനലുകളും ഒരു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ആളിനെയാണ് ദേശീയ പ്രസിഡന്റായി ഇപ്പം അവരോധിച്ചിരിക്കുന്നത്. 45 വയസ്സിൽ LK അദ്വാനി ആകുമ്പോൾ, 45-46 വയസ്സിൽ AB വാജ്പേയി ആകുമ്പോൾ ഇതേ അത്ഭുതം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. BJP എന്നും ഇങ്ങനെ ചെയ്യും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളൊന്നും അവർക്ക് വിഷയമല്ല. അവർ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി അത് രാജ്യത്തിനും സമൂഹത്തിനും ഇതിന്റെ മൊത്തം ഭരണമൊക്കെ പിടിക്കുന്ന, അതാണ് അവരുടെ കാഴ്ചപ്പാട്. LK അദ്വാനി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രഥയാത്ര നടത്തി രാമക്ഷേത്രത്തിന് വേണ്ടി വലിയ ബഹളമുണ്ടാക്കിയ ആ LK അദ്വാനിയെ മാറ്റി നിർത്തിയിട്ടാണ് താരതമ്യേന വളരെ ജൂനിയറായ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആക്കിയെന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. RK സിംഗ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, RP സിംഗ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആരായി RP സിംഗ്? ബീഹാറിൽ വെച്ച് ലല്ലു പ്രസാദ് യാദവിന്റെ ബീഹാറിൽ വെച്ച് രഥയാത്രയെ തടഞ്ഞ് അറസ്റ്റ് ചെയ്ത IPS ഓഫീസറാണ്. ആ ഓഫീസറെ പിന്നെ ആരാക്കി? മന്ത്രിയാക്കി, കേന്ദ്രത്തിൽ മന്ത്രിയാക്കി. അതാണ് BJP. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ, മെരിറ്റും മറ്റു കാര്യങ്ങളും ഒരുപാട് ഘടകങ്ങളും ഫോർമുലകളും നോക്കിയിട്ടാണ് ആക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ കിരൺ ബേദിയെ പിടിച്ച് ഗവർണറാക്കിയില്ലേ? എത്ര വലിയ രീതിയിലാണ് കിരൺ ബേദി വന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും കൃത്യമായ ഞെട്ടലുകൾ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന, പുതിയ ഫോർമുലകൾ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് BJP എന്നും അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ IPSനാണ് ഇന്നത്തെ നിലയിൽ തിരുവനന്തപുരം മേയറാകാനുള്ള ഗ്രാഫിൽ 1ാം സ്ഥാനം. ഞാൻ വീണ്ടും പറയുകയാണ്, ഫൈനൽ തീരുമാനമെടുക്കുന്ന ഞാനല്ല, അമിത്ഷായും നരേന്ദ്രമോദിയും അവരുടെ കേന്ദ്ര കമ്മിറ്റിയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയാണ് പോകുന്ന കാര്യങ്ങൾ. അടുത്തതാണ് ഡെപ്യൂട്ടി മേയർ വനിതയ്ക്കാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പുരുഷന്മാർക്ക് അവിടെ തള്ളാൻ പറ്റില്ല. അതിൽ വരുന്നത് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ് ഡെപ്യൂട്ടി മേയർ. അങ്ങനെ ഒരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ സിമി ജ്യോതിഷ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPയുടെ നോമിനി ആയിരുന്നു നമ്മുടെ സിമി ജ്യോതിഷ്. അപ്പൊ അതുകൊണ്ട് ധനകാര്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ് സിമി ജ്യോതിഷ്. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് 200 കോടി രൂപ തിരിച്ച് ട്രഷറിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ് തനത് ഫണ്ടിന്റെ മിച്ചമുള്ള 200 കോടി രൂപ ട്രഷറിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് എന്തിറക്കിയത്?
ഉത്തരവിറക്കി. ആ ധനവകുപ്പിന്റെ ഉത്തരവിറക്കി. അതിപ്പോ ട്രഷറിയിൽ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനേക്കാൾ പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് എല്ലാ കാലവും കേട്ടിരുന്നതാണ് അഴിമതി. 20,000 കോടി രൂപയുടെ അഴിമതിയാണ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ 20,000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് കേന്ദ്ര സർക്കാരിനും CAG-ക്കൊക്കെ കത്ത് കൊടുത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് വന്ന് അവിടെ ഇരിക്കുമ്പോൾ അഴിമതി ചെയ്യാത്ത ആളെന്നുള്ള നിലയിലല്ല, അങ്ങനെ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ആളും കൂടി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പോറലുമില്ലാത്തൊരു വ്യക്തിത്വത്തെ വേണം അവിടെ ഇരുത്താൻ. അല്ലെങ്കിലും ഡെപ്യൂട്ടി മേയറായിട്ട് വനിതയല്ലേ പറ്റുകയുള്ളൂ നിയമം കൊണ്ടും. അതുകൊണ്ട് തന്നെ സിമി ജ്യോതിഷ് ആയിരിക്കും ലക്കടിക്കാൻ പോകുന്നത് ഡെപ്യൂട്ടി മേയർ. അപ്പൊ പിന്നെ വേറെ ചോദ്യമുണ്ട്. VV രാജേഷ് ഉണ്ട്, ഗോപൻ ഉണ്ട്, കരമനാജിത്ത് ഉണ്ട്. അതിന് അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ പൊസിഷനുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കണ്ണമ്പുഴ എന്ന് വെച്ച് രാധാകൃഷ്ണനാണോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, BJP സപ്പോർട്ട് ചെയ്യുന്നത്? മറ്റൊരു കോൺഗ്രസ് വിമതം കൂടെ ജയിച്ചിട്ടുണ്ട്, അദ്ദേഹമാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതനുസരിച്ച് അതിനും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചിലപ്പം മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം അവരെ പിടിച്ച് ഡെപ്യൂട്ടി മേയറാക്കാൻ പറ്റത്തില്ല, വനിതയ്ക്കേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും രാധാകൃഷ്ണനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോകാം, അല്ലെങ്കിൽ മറ്റൊരാളിനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോകാനുള്ള സാധ്യത കാണുന്നു. ഇനി വേറൊരു തമാശ ഉള്ളത്, ജനുവരി 13 വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പൊ വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിന് അവിടെ BJP കച്ചി തൊടാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരെ നിർത്തും? ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയോ അവിടുത്തെ പള്ളിക്കാർക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ പള്ളിക്കാർ വെക്കാൻ പോകുന്ന ഡിമാൻഡ് ഒരു സ്ഥാനമായിരിക്കും. ഇതൊക്കെ ഡിമാൻഡിന്റെ ബേസിലായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. പള്ളിക്കാരോ അല്ലെ ബന്ധപ്പെട്ടവരോ, പള്ളിക്കാരെന്ന് ഞാൻ ഡയറക്റ്റ് പള്ളിയെ പറയുന്നതല്ല, ബന്ധപ്പെട്ട ആളുകളാണ്. പള്ളി എന്ന് പറഞ്ഞാൽ വേറൊരു സങ്കല്പമാണ്. പക്ഷെ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ ഇതിൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നവർ ഒരു ഡിമാൻഡ് വെച്ചാൽ അത്ഭുതമില്ല. അത് നല്ലതാണ്. ഡിമാൻഡ് വെച്ച് അങ്ങനെ കാര്യങ്ങൾ വെച്ചല്ലേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നതിൽ സ്വാഭാവികമായിട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇങ്ങനെ വരുമ്പോൾ അതിൽ ഒരു കോംപ്രമൈസ് ചിലപ്പോൾ വേണ്ടി വരും BJP-ക്കാർക്ക്. എന്തായാലും BJP-ക്കാരായ ആളുകളെ VV രാജേഷ് സീനിയറാണ്, അതുകൊണ്ട് അയാളെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കരമനാജിത്ത് സീനിയറാണ്, അല്ലെങ്കിൽ ഗോപൻ സീനിയറാണ്, അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഒരു ഫോർമുല ഇപ്രാവശ്യം ഇല്ല. അതേസമയം ഇതൊരു പഞ്ചായത്തിലായിരുന്നെങ്കിൽ, ഇപ്പൊ കല്ലിയൂർ പഞ്ചായത്തോ അങ്ങനെ ഒരു പഞ്ചായത്തിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊന്നും ആലോചിക്കാനില്ല, ഏറ്റവും സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ വരും. ഇനി ശ്രീലേഖ IPS-നുള്ള മറ്റൊരു പ്രത്യേകത, അവർ എന്താണ് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ സെക്രട്ടറിയേക്കാൾ മുകളിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് കൂടിയാണ്, ജനറൽ സെക്രട്ടറി അല്ലല്ലോ രാജേഷ്. ഇനി മറ്റൊരു ശ്രീലേഖ IPS-നെ മറ്റൊരു കാര്യത്തിൽ കൂടി കാണുന്നുണ്ട്. അവരെ മേയറാക്കി ഒരു 5 മാസക്കാലം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരെ അടുത്ത തെരഞ്ഞെടുപ്പിന് 65 ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിട്ടയർ ആയിട്ടല്ലേ ഉള്ളൂ, അടുത്ത തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റ് ആക്കി നിർത്താനുള്ള, അതിനെ അവരെ പരുവപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. പിന്നെ ബാക്കി ടീമുകളെല്ലാം ഇറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 പേരെയും വനിതകളെ വെച്ചുകൊണ്ട് വനിതാ ശാക്തീകരണത്തിന് ഇതാ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഏറ്റവും വളരെ ഇമേജ് ഉള്ള, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അറിയാവുന്നവർ. പിന്നെ ഒരു കഥയുണ്ട്, ഞങ്ങളെ കൂടെ വന്നവർക്കെല്ലാം ഞങ്ങൾ വലിയ പൊസിഷൻ കൊടുക്കും. അബ്ദുള്ള കുട്ടിക്ക് കൊടുത്തു, വലിയ പൊസിഷൻ കൊടുത്തു. മന്ത്രിയാക്കിയില്ലെങ്കിൽ വലിയ പൊസിഷൻ, അൽഫോൺസ് കണ്ണന്താനത്തിന് മന്ത്രിയാക്കി. പിന്നെ രാധാകൃഷ്ണൻ വന്നു, ജേക്കബ് തോമസ് വന്നു, പിന്നെ ആര് വന്നിട്ടുണ്ടല്ലോ അവരെല്ലാം ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുകയോ വലിയ പൊസിഷൻ കൊടുക്കുകയോ ചെയ്യും എന്നൊരു മെസ്സേജ് വരാനിരിക്കുന്ന IPS-കാർക്കും IAS-കാർക്കും എല്ലാം കൊടുക്കും. ഇത് വളരെ ഉന്നതമായ സ്ഥലങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ 2 വനിതകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നയിക്കുമോ? ഇനി മോഡി തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്വീകരിക്കാൻ ഈ വനിതകളുടെ ശക്തിയായിരിക്കുമോ ഉണ്ടാവുക?